എമ്പുരാൻ കാണില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ലൂസിഫർ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും എമ്പുരാനിൽ മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങൾ ഉണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ. സിനിമയെ സിനിമയായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിൽ വിവാദമായ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിന് മുമ്പ് സിനിമ കാണാൻ തിയേറ്ററുകളിൽ വലിയ തള്ളിക്കയറ്റമാണ്. എമ്പുരാന്റെ വ്യാജ പതിപ്പ് പ്രചരിച്ച സംഭവത്തിൽ അന്വേഷണം കോയമ്പത്തൂരിലേക്ക് നീങ്ങുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ആണ് ചേരുന്നത്. ബിനിൽ, ഈ ദിവസവും എമ്പുരാൻ വാർത്തകളിൽ നിറയുന്നതാണ് ഏതായാലും നമ്മൾ കാണുന്നത്. താൻ സിനിമ കാണില്ല എന്നുള്ള പ്രഖ്യാപനം, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രഖ്യാപനം, അത് സംസ്ഥാനത്തെ മൊത്തം ബി.ജെ.പി. അണികളോടും പ്രവർത്തകരോടുമൊക്കെയുള്ള ഒരു ആഹ്വാനമായി കരുതാമോ? ലക്ഷ്മി, അങ്ങനെ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ആദ്യഘട്ടത്തിൽ ബി.ജെ.പി. സിനിമയെ എതിർക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കോർ കമ്മിറ്റി ചേർന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. എം ടി രമേശൊക്കെ പരസ്യമായി പറഞ്ഞു സിനിമയെ അത്തരത്തിൽ എതിർക്കപ്പെടുന്നില്ല എന്നാണ് പരസ്യമായി പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് സിനിമയെ എതിർക്കപ്പെടണമെന്ന് തന്നെയാണ് കൃത്യമായി അതിൽ പറയുന്നത്. താൻ നേരത്തെ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞിരുന്നു. കാരണം ലൂസിഫർ എന്ന സിനിമ കണ്ടതാണ്, രണ്ടാം ഭാഗമാണ്, അതിന്റെ തുടർച്ച നിലയിൽ കാണുമെന്ന് അറിയിച്ചിരുന്നു. മാത്രമല്ല എക്സിൽ അദ്ദേഹം മോഹൻലാലിനും പൃഥ്വിരാജിനും ആശംസ അറിയിച്ച് സിനിമ കാണുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഈ സിനിമ കാണില്ല, കാരണം ഇത് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിനിമയാണ്, സിനിമയെ തന്നെയാണ് കാണേണ്ടത്. പക്ഷേ മോഹൻലാൽ ആരാധകർക്കും മറ്റ് ആരാധകർക്കും അസ്വസ്ഥ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല നിർമ്മാതാക്കൾ തന്നെ ഇതിലെ 17 ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ താൻ കാണില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കൃത്യമായി തന്നെ അത് ബി.ജെ.പി. പ്രവർത്തകർക്കും അണികൾക്കുമുള്ള ആഹ്വാനം തന്നെയാണ്. കാരണം ആ സിനിമ എതിർക്കപ്പെടണം, കാരണം സംഘപരിവാറിന് വിരുദ്ധമായ കാര്യങ്ങൾ അതിലുണ്ട് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിലെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും മോഹൻലാലിനും പൃഥ്വിരാജിനും അതോടൊപ്പം തന്നെ മുരളി ഗോപിക്കുമെതിരെ ഈ സംഘപരിവാറിന്റെ വലിയ ആക്രമണം നേരിടുന്നുണ്ട്. ഇടപെട്ട് ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം ഇപ്പോൾ ജോർജ് കുര്യൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, കേന്ദ്ര സഹമന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞത് സിനിമ കാണുന്നതിനോട് എതിർപ്പില്ല എന്ന് പറയുകയുണ്ടായി. ലൂസിഫർ പോലെ ഇതുപോലെ ബി.ജെ.പിയും കേരളത്തിൽ ഉദിച്ചുയരും എന്നും കേരളത്തിലെ എല്ലാ വീടുകളിലും ബി.ജെ.പി. ചർച്ചയായി എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ ഇതുപോലുള്ള ഉയർന്ന മുതിർന്ന നേതാക്കന്മാർക്ക് കൂടിയുള്ള ഒരു സന്ദേശമായി ഈ പോസ്റ്റിനെ കാണാം എന്ന് തോന്നുന്നു. ലക്ഷ്മി, അത് തന്നെയാണ്. കാരണം ഈ സിനിമ കാണുമ്പോൾ നമുക്കറിയാം കൃത്യമായി തന്നെ സംഘപരിവാറിനെ, പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപത്തെയൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട്. അത് കൃത്യമായി തന്നെ അവിടുത്തെ വംശഹത്യയെ സൂചിപ്പിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ആ സിനിമയിലെ ആ സമയത്തുള്ള ആ വില്ലന്റെ പേരുൾപ്പെടെ അന്നത്തെ ബി.ജെ.പിയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. ആ പേരടക്കം മാറ്റും എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ പരസ്യമായി സിനിമയിൽ തന്നെ പറയുമ്പോൾ അത് ബി.ജെ.പിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ ചർച്ച വന്നില്ലെങ്കിൽ പിന്നീട് ഈ ബി.ജെ.പി. നേതാക്കൾ ഉൾപ്പെടെ ഈ സിനിമ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോഴാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ ബി.ജെ.പിയും സംഘപരിവാറിനെയും അടക്കം ഗുരുതരമായി തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്ന രംഗങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്. ഇതൊക്കെ വലിയ ക്ഷീണം ബി.ജെ.പിക്ക് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം സിനിമ കാണുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിനിമകൾ പരാജയപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ ബി.ജെ.പി. പ്രവർത്തകർക്കും മുതിർന്ന നേതാക്കൾക്കും ഒക്കെ ഒരു സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ സിനിമ കാണുന്നൊരു ആഹ്വാനം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം വിവാദങ്ങളടക്കം നടക്കുമ്പോഴും വലിയ പിന്തുണ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ സിനിമയുടെ 17 ഭാഗങ്ങൾ റീ എഡിറ്റ് ചെയ്ത ഭാഗമായിരിക്കും തിയേറ്ററുകളിലേക്ക് വരിക. അത് ബുധനാഴ്ചയായിരിക്കും ആ പ്രിന്റ് തിയേറ്ററുകളിലേക്ക് വരിക. അതിനു മുമ്പ് സിനിമ കാണാൻ വലിയ തിരക്ക് ഉണ്ട് എന്നുള്ളതാണ്. ബുക്ക് മൈ ഷോ അടക്കം ഈ ബുക്കിംഗ് ആപ്പുകൾ കയറിയാൽ അറിയാം, ഓരോ ദിവസവും ഈ പ്രീ ബുക്കിംഗ് വലിയ രീതിയിൽ നടക്കുകയാണ്. ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ വലിയ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ സിനിമയ്ക്ക് ലഭിക്കുന്നു. വലിയ മുതൽമുടക്കിൽ ഇറങ്ങിയ സിനിമയാണ്, അതിന് വലിയ തുക തന്നെ അല്ലെങ്കിൽ അത്രയും വരുമാനം തന്നെ സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു. നിലവിൽ വലിയ ജനപിന്തുണ ഈ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സിനിമയ്ക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ ഒരു ഭാഗത്ത് സിനിമാ പ്രേക്ഷകർ വലിയ രീതിയിൽ ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇതിന്റെ വ്യാജ പ്രിന്റ് കൂടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വ്യാപകമായി തന്നെ ടെലഗ്രാം അടക്കമുള്ള ആപ്പുകളിലൂടെ അത് പ്രചരിക്കുകയും ചെയ്തിരുന്നു. അത് എവിടെ നിന്നാണ് ഇത് ചോർന്നത്, ആരാണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയ അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ കോയമ്പത്തൂരിലേക്കാണ് ഈ അന്വേഷണം നീളുന്നത്. അതിൽ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകും. ചോർത്തിയയാളെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസും അറിയിക്കുന്നത്. ലക്ഷ്മി.
ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ബിനിൽ പറഞ്ഞതുപോലെ അത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഇന്നലെ. ആ തിരക്ക് ആളുകൾ അങ്ങനെ കൂടുതലായി ഈ റീസെൻസറിങ് വരുന്നതിന് മുമ്പ് സിനിമ കാണുവാനുള്ള തിക്കിത്തിരക്കാണ് നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും